പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പകൽ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവകൃപയുടെ മാഹാത്മ്യം എന്ന വിഷയത്തെ അധികരിച്ചാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്തോത്രം. കഴിഞ്ഞ ആഴ്ച നാം പഠിക്കുവാൻ തുടങ്ങിയത് ദൈവകൃപയുടെ മാഹാത്മ്യത്തിൽ ഔദാര്യം കാട്ടുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന ദൈവകൃപ. മക്കോദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപയെക്കുറിച്ച് പൗലോസ് പറയുന്ന ഭാഗമാണ് നമ്മൾ ചിന്തിച്ചത്. അവിടെ നിന്നുകൊണ്ട് തന്നെ അടുത്തൊരു ഭാഗത്തിലേക്ക് കടക്കുവാൻ ഇന്ന് കർത്താവിൽ ശരണപ്പെടുകയാണ്. നമ്മൾ വായിച്ചു 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. 2 Corinthians chapter 8 verse 1. പൗലോസ് പറയുന്നു, സഹോദരന്മാരെ, മക്കദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. അപ്പോൾ തന്നെ ഇതിൻ്റെ കുറിവാക്യമെന്ന് പറഞ്ഞ് നമ്മൾ ചിന്തിച്ചത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യമാണ്. അവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു പരമ്പര തുടങ്ങിയത്. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമാകരുത് എന്ന് ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമുക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് ദൈവമക്കൾ ആകാത്തവർക്ക്, കർത്താവിനെ കർത്താവുമായി സ്വീകരിക്കാത്തവർക്ക് ദൈവകൃപ അവരുടെ ജീവിതത്തിൽ ഇതിനു വേണ്ടി വ്യാപരിക്കുന്നു. നമ്മുടെ തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യം, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. അത് കൊണ്ടുവന്നത് കർത്താവ് യേശുക്രിസ്തുവാണ്. കൃപയുടെ ഉറവിടം കർത്താവാണ്. കൃപ കർത്താവിൽ നിന്നാണ് കടന്നു വന്നത്. ആ കൃപയ്ക്ക് വേണ്ടി കർത്താവ് ഒരു വലിയ വില കാൽവരിയിൽ കൊടുക്കേണ്ടി വന്നു എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ആ കൃപ പിന്നീട് അങ്ങോട്ട് നാം രക്ഷിക്കപ്പെട്ടത് മുതൽ, ആ നിമിഷം മുതൽ ഈ ദൈവകൃപ നിരന്തരമായി നമ്മുടെ ജീവിതത്തിൽ പല ആവശ്യങ്ങൾക്കായി, പല ആപൽഘട്ടങ്ങളിൽ നമ്മെ സഹായിക്കുന്നതിനായി, മുമ്പോട്ട് പോകുവാൻ നമ്മെ ശക്തീകരിക്കുന്നതിനായി, വേർപാടോടും വിശുദ്ധിയോടെയും ഒരു ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് നയിക്കുവാൻ നമ്മെ ബലപ്പെടുത്തേണ്ടതിനായി നമ്മോടുകൂടെ വ്യാപരിക്കുന്ന ദൈവകൃപയാണ്. പ്രാർത്ഥിക്കുവാൻ നമുക്ക് കൃപ തരുന്ന ദൈവം, ബലഹീനതയെ നമ്മെ ശക്തീകരിക്കുന്ന ദൈവകൃപയാണ്. നമ്മെ സൽക്കാര്യങ്ങൾക്കായിട്ട്, സൽപ്രവൃത്തികൾക്കായിട്ട് ഒരുക്കുന്ന ദൈവകൃപയാണ്. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ നമ്മളെ കഴിഞ്ഞ നാളുകളിൽ ചിന്തിക്കുകയുണ്ടായി. അങ്ങനെയാണ് നമ്മളെ കഴിഞ്ഞ ആഴ്ച ഈ ദാനം കൊടുക്കുന്ന, അല്ലെങ്കിൽ സംഭാവന കൊടുക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്ന, അല്ലെങ്കിൽ കർത്താവിൻ്റെ വേലയ്ക്കും മറ്റ് ആവശ്യങ്ങളിരിക്കുന്നവർക്കുമൊക്കെ തങ്ങളാൽ ആവോളം സഹായം ഹസ്തം നീട്ടുന്നതിനായിട്ടുള്ള ദൈവകൃപയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുവാൻ തുടങ്ങിയത്. അങ്ങനെ ചെയ്ത ഒരു 2-3 സഭകളെക്കുറിച്ച്, മക്കദോന്യയിലെ സഭകളെക്കുറിച്ചാണ് പൗലോസ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പൗലോസ് പറയുന്നു, ഈ മക്കദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുകയാണ്. എന്താ ഇത്ര പ്രത്യേകത? വേറെ ആർക്കും ദൈവകൃപ ലഭിച്ചില്ലേ? എത്രയോ സഭകൾ ഇന്നുണ്ട്, അല്ലെങ്കിൽ അന്ന് തൊട്ടുണ്ട്. എത്രയോ വിശ്വാസികളുണ്ട്. അവർക്കാർക്കും ലഭിച്ച ദൈവകൃപയെക്കുറിച്ച് പരാമർശിക്കാതെ മക്കദോന്യ സഭകൾക്ക് മാത്രം ലഭിച്ച ദൈവകൃപയെക്കുറിച്ച് എന്തിനാണ് പൗലോസ് അപ്പോസ്തലൻ പരാമർശിക്കുന്നത്? താഴത്തെ വാക്യങ്ങൾ അത് നമുക്ക് ക്ലിയർ ആകുന്നുണ്ട്. നമ്മൾ വായിച്ചതാണല്ലോ, എങ്കിലും ഞാൻ ഒന്നുകൂടെ വായിക്കാം. അതിൻ്റെ 2-ാം വാക്യം 8-ാം അധ്യായത്തിൻ്റെ 2 Corinthians chapter 8 verse 2. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. പിന്നീട് വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവരെന്ത് ചെയ്തു? അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു. ആരവര്? കഷ്ടതയുടെ ശോധനയുടെ നടുവിലായിരിക്കുന്നവർ, മഹാകൊടും ദാരിദ്ര്യം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർ. അവർ പൗലോസിനോട് പറയുക, ഞങ്ങൾക്കൂടെ സഹായിക്കാൻ അവസരം തരണേ, ഞങ്ങളെ വി ഓൾസോ വാണ്ട് ടു ഹെൽപ്പ്. ഞങ്ങളോട് പറയാൻ മറക്കരുത് കേട്ടോ. ഞങ്ങളോട് പറയണേ, കഷ്ടതയുടെ നടുവിൽ, ശോധനയുടെ നടുവിൽ, കൊടും ദാരിദ്ര്യത്തിൻ്റെ നടുവിൽ ഇരിക്കുന്ന അവർ പറയുക, ഞങ്ങൾ സഹായിക്കാൻ ഞങ്ങളോട് പറയണേന്ന്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അവരെക്കുറിച്ച് വായിക്കുന്നത് 4-ാം വാക്യം, പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും സ്വമേധയായി കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി. 5-ാം വാക്യം, അതും ഞങ്ങൾ വിചാരിച്ചിരുന്നത് പോലെ അല്ല,
അവർ മുമ്പേ തങ്ങളെ തന്നെയും കർത്താവിനും പിന്നെ ദൈവേഷ്ടത്തിന് ഒത്തവണ്ണം ഞങ്ങൾക്കും ഏൽപ്പിച്ചു. ഈ വാക്യങ്ങളൊക്കെ സിമ്പിളായിട്ട് സരളമായിട്ട് എഴുതിയിരിക്കുന്ന വാക്യശകലങ്ങളാണ്. As soon as we read, we will get to know the meaning, the essence of it. Amen. The purpose of these sentences. അല്ലേ? വളരെ സിമ്പിളായിട്ട്, വളരെ ഗഹനമായതൊന്നുമല്ല, എന്നാൽ ഗഹനമായ അർത്ഥം അതിനകത്തുണ്ട് താനും. മനുഷ്യ മനസ്സിനെ പെട്ടെന്ന് പിടികിട്ടത്തക്ക രീതിയിൽ, മനുഷ്യ ഹൃദയത്തിൽ പെട്ടെന്ന് ഇത് കയറി പിടിക്കത്തക്ക രീതിയിൽ അത്ര സിമ്പിളുമാണ്, അത്ര ആഴമേറിയതുമാണ്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ കണ്ടത്, ചിന്തിച്ചത്, ദിസ് മാസിഡോണിയൻ്റെ ഈ സഭയുടെ ചർച്ചിൻ്റെ ചാരിറ്റി വർക്ക്, ഇറ്റ് വാസ് കണക്റ്റഡ് വിത്ത് ദ ഗ്രേസ് ദാറ്റ് ദേ റിസീവ്ഡ് ഫ്രം ദ ലോർഡ്. ദൈവത്തിൽ നിന്നും അവർ പ്രാപിച്ച കൃപയുടെ ബന്ധപ്പെടുത്തിയാണ്, ആ കൃപയോടുള്ളതായ ബന്ധത്തിൽ നിന്നുകൊണ്ടാണ് അവിടെ ചാരിറ്റി വർക്ക് മുമ്പോട്ട് പോയത്. സ്തോത്രം. നമ്മളെല്ലാവരും ഗ്രേസിൻ്റെ റെസിപ്പിയൻസ് അല്ലേ? നമ്മളെല്ലാവരും ഈ കൃപയുടെ നമ്മൾ സ്വീകരിച്ചവരല്ലേ? ധാരാളമായ ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ? ഇബ്രാഹിം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ നമ്മളോട് പറയുന്നില്ലേ, ആകയാൽ സഹായത്തിന് കൃപ പ്രാപിക്കേണ്ടതിന്, തത്സമയത്ത് കരുണ പ്രാപിക്കേണ്ടതിന്, സഹായത്തിന് കൃപ പ്രാപിക്കേണ്ടതിന് നിങ്ങൾ ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. കർത്താവ് നമ്മളെ ആഹ്വാനം ചെയ്യുന്നു, കർത്താവ് നമ്മെ വെൽക്കം ചെയ്യുന്നു, കർത്താവ് നമ്മെ വിളിക്കുകയാ, വാ മക്കളെ ഓടി വാ, എത്ര കൃപ വേണോ ഞാൻ തരാം. ആമേൻ. എപ്പോൾ വേണേലും വാ, ആവശ്യമുള്ളപ്പം വാ, ധൈര്യത്തോടെ വാ, ഒരു സങ്കോചം വേണ്ട കേട്ടോ. ഒരു സങ്കോചം കൂടാതെ, ഒരു പ്രയാസവും കൂടാതെ, ഒരു മുന്നറിയിപ്പും കൂടാതെ നിങ്ങൾ എപ്പോൾ വേണേലും എൻ്റെ അടുത്ത് വരാം. നിങ്ങളെ ആവശ്യത്തിന് കൃപ വാങ്ങിക്കൊണ്ട് നിങ്ങൾ പോകണം. ഈ കൃപയെല്ലാം കർത്താവ് തരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി നിൽക്കുവാൻ, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചിലതൊക്കെ ചെയ്യുവാൻ, കർത്താവിൻ്റെ നാമം ഉയരുന്നതിനായി ചിലതൊക്കെ ചെയ്യുവാൻ, വേർപാടോടും വിശുദ്ധിയോടും കൂടെ പാപത്തിൽ നിന്ന് വേർപെട്ടൊരു ജീവിതം നയിക്കുവാൻ, പാപത്തെ വെറുത്തൊരു ജീവിതം നയിക്കുവാൻ, ദൈവിക കൂട്ടായ്മകളിൽ നിരന്തരമായി അത് അനുഭവിച്ചുകൊണ്ട് മുമ്പോട്ട് ജീവിപ്പാൻ, കർത്താവ് യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ നമ്മെ തന്നെ വളർത്തി അത് മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കുറേ പോയിന്റ്സ് ഇതിനകത്തുണ്ട്. 2 പോയിന്റ്സ് നമ്മൾ ചിന്തിക്കുവാനിടയായി. they were in much affliction, they were in unfavorable circumstances. അവർ വളരെ കഷ്ടതയിലും ദുരിതത്തിലുമായിരുന്നു. 2ാമത്തെ പോയിന്റ് നമ്മൾ ചിന്തിച്ചത് they were in deep poverty, അവർ കടുത്ത ദാരിദ്ര്യത്തിലായിരുന്നു. 3ാമത്തെ പോയിന്റ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ തുടങ്ങുന്നത് though afflicted and poor, they gave largely, they gave generously. മഹാകഷ്ടതയിലും ദാരിദ്ര്യത്തിലുമായിരുന്നിട്ടും അവർ ധാരാളം ഔദാര്യം കാണിച്ചു എന്ന് മാത്രമല്ല എഴുതിയിരിക്കുന്നത്, അവർ ധാരാളം ഔദാര്യം കാണിച്ചു. ആമേൻ. ഒത്തിരി കാശുള്ളവർ ഔദാര്യം കാണിച്ചാൽ അത് വലിയ അതിശയമൊന്നുമില്ല നമുക്ക്, അല്ലേ? ഒരുപാട് പൈസ ഉള്ളവർ വല്ലതൊക്കെ കൊടുത്താൽ, ആർക്കെങ്കിലും ഒരു വണ്ടി മേടിച്ചു കൊടുത്താൽ, ഒത്തിരി കാശുള്ളവർ മേടിച്ചു കൊടുത്താൽ നമ്മളെന്താ പറയും? അതവിടെ ഇഷ്ടം പോലെ കാശുണ്ടായിരുന്നു, നല്ല കാര്യം അവർ ചെയ്തു, ഓക്കെ. പക്ഷെ ഒന്നുമില്ലാത്ത ഒരാൾ ധാരാളം കൊടുത്താൽ, കയ്യിലുള്ളത് മൊത്തം കൊടുത്താൽ എന്തായിരിക്കും നമ്മൾ പറയുക? അതിലെ കർത്താവ് ശ്രീഭണ്ഡാരത്തിൽ വഴിപാടിരുന്ന് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ധാരാളം ധനവാന്മാർ വന്ന് കാശൊക്കെ ഇട്ടിട്ട് പോയി. തങ്ങളുടെ ധനത്തിൻ്റെ ആ ഒരു കേപ്പബിലിറ്റിയിൽ നിന്നും അതിൻ്റെ ആ കപ്പാസിറ്റി എത്രയുണ്ട് അതിനനുസരണമായി വലിയ വലിയ തുക, ഹ്യൂജ് എമൗണ്ട്സ് അവരിട്ടിട്ട് കടന്നു പോയി. യേശു ഒന്നും പറഞ്ഞില്ല, നോക്കി. പക്ഷെ എല്ലാം നോക്കി, ആരൊക്കെ എത്ര ഇട്ടു എന്നെല്ലാം നോക്കി. നമ്മളൊക്കെ എത്ര ഇടുന്നു അതൊക്കെ കർത്താവിന് അറിയാൻ കേട്ടോ. ആമേൻ. നമ്മൾ എത്ര ഇടുന്നു, എത്ര കൊടുക്കുന്നു, എത്ര നമ്മുടെ കയ്യിൽ വെക്കുന്നു, എത്ര നമ്മൾ ചരിച്ച് വെക്കുന്നു, സൂക്ഷിച്ചു വെക്കുന്നു, നമ്മൾ എത്രമാത്രം പിടിച്ചു വെക്കുന്നു, ഇതെല്ലാം കർത്താവിന് അറിയാം. ഹി നോസ് എവറിത്തിങ് അബൌട്ട് അസ്. അപ്പോൾ അവിടെ ഒരു വിധവ വന്ന് 2 കാശ് ഇട്ടിട്ട് പോയതായിട്ട് കർത്താവ് പറഞ്ഞു. എൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഈ വന്ന എല്ലാവരെക്കാട്ടിലും ഇവർ ധാരാളം അധികം ഇട്ടിരിക്കുന്നു. ശിഷ്യന്മാർക്ക് അത് പെട്ടെന്ന് പിടികിട്ടിയില്ല.
കർത്താവ് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു, അവരോ തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് അത്രേ ഇട്ടത്, തങ്ങളുടെ ധനസമൃദ്ധിയിൽ നിന്ന് ഒരു ഭാഗം, ഒരു ചെറിയ എമൗണ്ട് അവരിട്ടു. അത് തന്നെ നമ്മൾ നോക്കുമ്പോൾ വലിയൊരു എമൗണ്ടാണ്. പക്ഷെ ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന്, അതുമാത്രമല്ല കർത്താവ് പിന്നെ പറഞ്ഞു, തൻ്റെ ഉപജീവനം മുഴുവനും ഈ ശ്രീഭണ്ഡാരത്തിൽ ഇട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് തൻ്റെ ഉപജീവനം മുഴുവനും ഇവിടെ ഇട്ടിരിക്കുന്നു. എല്ലാവരെക്കാളും അധികം അവൾ ഇട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മക്കദോന്യ സഭകൾ കഷ്ടതയുടെ കഠിന ശോധനയിലായിരുന്നിട്ടും അവിടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. ഇവിടെ ഏറ്റവും അതിശയകരമായ വസ്തുത, അവർ ഒരുപാട് ദാരിദ്ര്യത്തിലും കഷ്ടതയിലുമായിരുന്നു എന്നുള്ളത് കൊണ്ട് ഒരു വളരെ കുറച്ച് കൊടുത്തു എന്ന് പറയുന്നതല്ല. ശാസ്ത്രത്തിൽ അങ്ങനെയായിരുന്നു ഇവിടെ എഴുതേണ്ടത്. അവർ മഹാകഷ്ടതയും മഹാദാരിദ്ര്യത്തിലും ആയിരുന്നെങ്കിലും ശകലെങ്കിലും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കണമല്ലോ, കുറച്ചെങ്കിലും കൊടുക്കണമല്ലോ. നമ്മളൊന്നും കൊടുക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. കർത്താവ് നമ്മൾ ഇത്രയൊക്കെ നടത്തിയില്ലേ? ചിലരൊക്കെ പറയാറില്ലേ, കർത്താവ് നമ്മൾ ഇതുവരെ കൊണ്ടുവന്നില്ലേ? നമ്മളെന്തോ നേടിയിട്ടാ, നമ്മളെന്തോ ഉണ്ടാക്കിയിട്ടാ, നമ്മൾ വല്ലതും ഉണ്ടാക്കിയോ, നമുക്ക് വല്ലതും ഉണ്ടായിരുന്നോ? എല്ലാം കർത്താവല്ലേ തന്നത്. അതുകൊണ്ട് ഇപ്പം അല്പം പ്രയാസമൊക്കെ ഉണ്ടെങ്കിലും സാരമില്ല, കുറച്ചെങ്കിലും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാമല്ലോ എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. അവര് ഒരുപാട് കൊടുത്തു എന്നാണ്, ധാരാളം ഔദാര്യം കാണിച്ചു. പ്രൈസ് ദി ലോർഡ്. That means it is beyond their power, beyond their capacity, beyond anyone's imagination. നമ്മുടെ ആരുടെയും ചിന്തയ്ക്കോ കണക്ക് കൂട്ടലിനോ അപ്പുറമാണ് അവർ കൊടുത്തത്. നോക്കണമേ, കഷ്ടത മാത്രമല്ല, കഷ്ടതയും ദാരിദ്ര്യവും കൂടിച്ചേർന്ന ഒരവസ്ഥ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? ഒരു ഭാഗത്ത് കഷ്ടത, കാരണം മറ്റുള്ളവരാൽ പീഡിപ്പിക്കപ്പെടുന്നു, വിശ്വാസത്തിൽ വന്നതിൻ്റെ പ്രതിഫലനങ്ങൾ, വിശ്വാസത്തിൽ വന്നതിൻ്റെ കോൺസിക്വൻസസ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, മറുഭാഗത്ത് കടുത്ത ദാരിദ്ര്യം. ഈ അവസ്ഥയ്ക്ക് പോലും അവരുടെ ആ വലിയതും വിശാലവുമായ മനസ്സിനെ തടസ്സപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ഒരു പ്രത്യേക അവസ്ഥയ്ക്ക് പോലും അവരുടെ ആ വലിയ മനസ്സിനെ തടഞ്ഞു വെക്കാനായിട്ട് കഴിഞ്ഞില്ല. എത്രയും കുറച്ച് നൽകാൻ കഴിയും എന്ന് ചിന്തിക്കുന്ന ധാരാളം ക്രിസ്ത്യാനികളുണ്ട്. എന്നാൽ കർത്താവിൻ്റെ വേലയ്ക്കായി, കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വിസ്തൃതിക്കായി ദൈവം എനിക്ക് കനിഞ്ഞ് നൽകിയതിൽ നിന്ന് എത്ര കൊടുത്താലും എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ, എനിക്കതിൽ ചാരിതാർത്ഥ്യമേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന അനേകം ആളുകളുണ്ട്. അവരെ ഓർത്ത് ഞാൻ ഈ സന്ധ്യാസമയം എൻ്റെ കർത്താവിനെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എത്ര വിശാലമായി, ഉന്നതമായി, ഉത്തമമായി ചിന്തിക്കുന്ന ആളുകളുടെ നടുവിലാണ് നമ്മൾ ആയിരിക്കുന്നത്. റോമാലേഖനത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 33 തൊട്ടുള്ള വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു. റോമൻസ് ചാപ്റ്റർ 11 വേഴ്സ് 33 ഓൺവേർഡ്സ്. ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവൻ്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. കർത്താവിൻ്റെ മനസ്സ് അറിഞ്ഞവൻ ആര്? അവന് മന്ത്രിയായിരുന്നവൻ ആര്? അവന് വല്ലതും മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവൻ ആര്? അടുത്ത വാക്യം നോക്കണമേ, 36. സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാകുന്നുവല്ലോ, അവൻ എന്നേക്കും മഹത്വം. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇന്ന് നാം അനുഭവിക്കുന്ന സകലത്തിൻ്റെയും ഉറവിടം കർത്താവാ. അത് ആരോഗ്യമാകട്ടെ, ബലമാകട്ടെ, ബുദ്ധിയാകട്ടെ, അറിവാകട്ടെ, ജ്ഞാനമാകട്ടെ, സാമ്പത്തിക നന്മകളാകട്ടെ, കുടുംബമാകട്ടെ, ശുശ്രൂഷയാകട്ടെ, വാഹനങ്ങളാകട്ടെ, മറ്റ് ബന്ധങ്ങളാകട്ടെ, whatever it is, ഇന്ന് നാം അനുഭവിക്കുന്ന, എൻജോയ് ചെയ്യുന്ന സകലവും നമുക്ക് കർത്താവിൽ നിന്ന് ദാനമായി ലഭിച്ചതാണ്. അതാണ് നമ്മൾ അങ്ങോട്ട് തിരിച്ചു കൊടുക്കുക. നമ്മുടെ കയ്യിൽ നിന്നൊന്നും കൊടുക്കുന്നില്ല കർത്താവിന്. കൊടുക്കാൻ നമ്മുടെ ഇല്ലല്ലോ. യോബ് പറഞ്ഞല്ലോ, ഞാൻ നഗ്നനായി തന്നെ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നു.
നഗ്നനായിട്ടാണ് ഞാൻ തിരിച്ചു പോകും. മക്കളെല്ലാം മരിച്ചു കഴിഞ്ഞപ്പോഴാണ് 7 ആൺമക്കളും 3 പെൺമക്കളും ധാരാളം സമ്പത്തും ദാസിദാസന്മാർ, ഒട്ടകങ്ങളും മൃഗങ്ങളും കഴുതകളും ആടുകളും എല്ലാം മരിച്ച് തൻ്റെ സമസ്തവും തനിക്ക് നഷ്ടപ്പെട്ടപ്പോൾ താൻ പറയുക, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. യഹോവയാണ് തന്നത്. യഹോവ തന്ന ആൾക്ക് വിചാരം ഉണ്ടായി എടുത്തു മാറ്റണം, എടുത്തു മാറ്റി. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, സകലം കർത്താവിൽ നിന്നാണ് ലഭിക്കുന്നത്. കർത്താവിൻ്റെ കൃപ നമുക്ക് തന്നിരിക്കുന്നത് ഇതൊക്കെ മനസ്സിലാക്കാനായിട്ടാണ്. എൻ്റെ ഒന്നുമില്ല, എല്ലാം കർത്താവിൻ്റെയാ. സഹായത്തിനായിട്ട് ഓടി അങ്ങോട്ട് ചെല്ലുമ്പോൾ ഓർക്കണം, സഹായം മാത്രമല്ല, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന സമ്പത്തുണ്ട്, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ബന്ധങ്ങളുണ്ട്, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയുണ്ട്, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഇതിനെല്ലാം ഒരു ദിവസം എൻ്റെ കർത്താവിനോട് കണക്ക് പറയണം. ഐ ആം ഗോയിങ് ടു ബി അക്കൗണ്ടബിൾ ബിഫോർ ദ ലോർഡ് വൺ ഡേ. കർത്താവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ ഒരു ദിവസം ഞാൻ നിൽക്കും. അവിടെ എനിക്ക് കണക്ക് ബോധിപ്പിക്കണം. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞല്ലോ, നമ്മളെല്ലാം സ്റ്റൂവാർഡ്സ് ആണ്, നമ്മളെല്ലാം കാര്യവിചാരകന്മാരാണ്. സൂക്ഷിക്കാൻ മാത്രമേ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളൂ, കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചിട്ടില്ല. അപ്പം നമ്മൾ കൈകാര്യം ചെയ്യുന്നതോ, നമ്മൾ വാസ്തവത്തിൽ കൈകാര്യം ചെയ്യുന്നത് നമ്മൾ അന്യായമാണ് ചെയ്യുന്നത്. കർത്താവിൻ്റെ മുതൽ നമ്മൾ കർത്താവിനോട് ചോദിക്കാതെ എടുത്ത് കൈകാര്യം ചെയ്യുന്നത് വാസ്തവത്തിൽ നീതികേടാ അല്ലേ, അവിശ്വസ്തതയല്ലേ, ഒരുതരം വഞ്ചനയെന്ന് വേണമല്ലേ പറയാൻ പറ്റും. സോ വാട്ട് എവർ വി ഡു, ബിഫോർ വി ഡു എനിത്തിങ്, ലെറ്റ് us ask, let us get the consent from our Lord. കർത്താവിനോട് ചോദിക്കാം, കർത്താവേ ഇത് അങ്ങ് തന്നതാ, ഒന്നുമില്ലായിരുന്നു, എല്ലാം അങ്ങ് ഏൽപ്പിച്ചതാ. ആമേൻ. അതുകൊണ്ട് കർത്താവേ, ഞങ്ങളെ ഏൽപ്പിച്ചതിൻ്റെ നല്ല ഗ്രഹവിചാരകന്മാരായിരിക്കാൻ, നല്ല കാര്യവിചാരകന്മാരായിരിക്കാൻ, വിശ്വസ്തയോടെ ഇതിനെ കൈകാര്യം ചെയ്യുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം. മക്കതോന്യ സഭയിൽ, സഭകളെന്ന് പറയുമ്പോൾ അവിടെ 3 സഭകളായിരുന്നു മാസിഡോണിയൻ ചർച്ചസ് എന്ന് പറയുമ്പോൾ. ഫിലിപ്പിയർ, തെസലോനിക്കർ, ബെരോവ എന്നീ 3 സഭകൾ. ഈ 3 മാസിഡോണിയ സഭകളിൽ നിന്നും ഏറ്റവും ഉദാരമായ സംഭാവന നൽകുവാൻ മുൻകൈയെടുത്തത് ഫിലിപ്പിയ സഭയായിരുന്നു. നമുക്കത് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൽ അല്പം പരാമർശം കാണുവാനായിട്ട് സാധിക്കും. ഫിലിപ്പിയർ ചാപ്റ്റർ 4 വേഴ്സ് 10. നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരിപ്പാൻ തുടങ്ങിയതിൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു. മുമ്പേ തന്നെ നിങ്ങൾക്ക് വിചാരമുണ്ടായിരുന്നെങ്കിലും അവസരം കിട്ടിയില്ല. 15-ാം വാക്യം, ഫിലിപ്പിയരെ, സുവിശേഷ ഘോഷണത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ മക്കതോന്യയിൽ നിന്ന് പുറപ്പെട്ടാറെ നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചെലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങളും അറിയുന്നു. തെസ്സലോനിക്കയിലും എൻ്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ നിങ്ങൾ 1-2 വട്ടം അയച്ചു തന്നുവല്ലോ. ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല, നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന ഫലമത്രേ ആഗ്രഹിക്കുന്നു. ആമേൻ. പൗലോസിൻ്റെ ആഗ്രഹം കണ്ടോ, നല്ല മനസ്സ് കണ്ടോ പൗലോസിൻ്റെ? എനിക്ക് തന്നത് കൊണ്ടല്ല, എനിക്ക് സന്തോഷമല്ല, തരണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ തന്നത് വളരെ നല്ല കാര്യം. പക്ഷേ നിങ്ങൾ തന്നത് കൊണ്ട് നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന ഫലം, നിങ്ങൾക്ക് സ്വർഗത്തിൽ അതിന് പ്രതിഫലം കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. 18-ാം വാക്യത്തിൽ, ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്, സമൃദ്ധിയായി ഇരിക്കുന്നു. നിങ്ങൾ അയച്ചു തന്നത് സൗരഭ്യവാസനയായി ദൈവത്തിൻ്റെ പ്രസാദവും സുഗ്രാഹ്യവുമായ യാഗമായി എപ്പഫ്രോദിത്തോസിൻ്റെ കയ്യാൽ ഞാൻ പ്രതിഗ്രഹിച്ച് തൃപ്തനായിരിക്കുന്നു. ആമേൻ. ഫിലിപ്പിയ സഭ കഴിഞ്ഞാൽ പിന്നെ ഈ മറ്റ് സഭകൾ ഒരുപക്ഷെ അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് മാത്രമേ ഒരുപക്ഷെ കൊടുത്ത് കാണത്തുള്ളായിരിക്കാം. എങ്കിൽ ഈ 3 സഭകളും കൂടെ ചേർന്നാണ്
മക്കതോന്യ സഭകളെന്ന് ഇവിടെ പറയുന്നത്. 2 കൊരിന്ത്യർ 9-ാം അധ്യായത്തിലും ഇതിനെക്കുറിച്ച് പരാമർശം പൗലോസ് ചെയ്തിട്ടുണ്ട്. 2 Corinthians chapter 9 verse 1 onwards. വിശുദ്ധന്മാർക്ക് വേണ്ടി നടത്തുന്ന ദ്രവ്യശേഖരത്തെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമില്ലല്ലോ. അഖായ കീഴാണ്ട് മുതൽ ഒരുങ്ങിയിരിക്കുന്നു എന്ന് നിങ്ങളെക്കുറിച്ച് മക്കതോന്യരോട് പ്രശംസിച്ചു വരുന്ന നിങ്ങളുടെ മനസ്സൊരുക്കം ഞാൻ അറിയുന്നു. നിങ്ങൾ എരിവ് മിക്ക പേർക്കും ഉത്സാഹ കാരണമായി തീർന്നിരിക്കുന്നു. ആമേൻ. അവിടെ ഡീപ്പ് പോവർട്ടി, ആഴത്തിൽ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഗഹനമായ രീതിയിൽ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ആ ദാരിദ്ര്യം, അത് അവരെ വളരെ ഉദാരമായ രീതിയിൽ സംഭാവന ചെയ്യുവാൻ പ്രേരിപ്പിച്ചു. ഒരുപക്ഷെ നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു വസ്തുത, ഇവര് നേരത്തെ അത്രയും ദാരിദ്ര്യമുള്ളവർ അല്ലായിരുന്നു. കർത്താവ് യേശുക്രിസ്തുവിന്റെ സുവിശേഷം അവർ സ്വീകരിച്ച ശേഷം, കർത്താവിനെ സ്വീകരിച്ച ശേഷം അവരെ ധാരാളം ഭരണാധികാരികൾ പീഡിപ്പിക്കുവാനും ഉപദ്രവിക്കുവാനും ഒക്കെ തുടങ്ങി. അവരുടെ സ്വത്ത് അവർ കണ്ടുകെട്ടി, അതെല്ലാം അവർ അടിച്ചു മാറ്റി. അവരുടെ സ്വത്തെല്ലാം ഗവൺമെൻറ് കണ്ടുകെട്ടിയിട്ട് അവരെ ദാരിദ്ര്യത്തിലേക്ക് നയിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരു വശത്ത് ശത്രുക്കളായ സുവിശേഷ വിരോധികളുടെ ആക്രമണവും അവരുടെ ശല്യവും കഷ്ടതയും, മറുവശത്ത് തങ്ങളുടെ സ്വത്തും തങ്ങളുടെ സകല സാധന സാമഗ്രികളും കണ്ടുകെട്ടി എടുത്തുകൊണ്ടുപോയി. ദാരിദ്ര്യത്തിൻ്റെ അനുഭവം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതിൻ്റെ നടുവിലാണ് അവർ ഇത്രയും വലിയ ഔദാര്യം കാണിച്ചത് എന്ന് നമ്മൾ ഓർക്കണം. നമ്മൾ എബ്രായ ലേഖനം വായിക്കുമ്പോൾ 10-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നല്ലോ. Hebrews 10 chapter 10 verse 34. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോട് സഹിച്ചുവല്ലോ. ഇതുപോലെ അനുഭവത്തെക്കുറിച്ച് അവിടെ പറയുന്നത്. സമ്പത്തുകളുടെ അപഹാരം, അവരുടെ സമ്പത്തെല്ലാം അടിച്ചെടുത്തുകൊണ്ട് പോയി, ഒന്നുകിൽ മോഷ്ടിച്ചു കൊണ്ടുപോയി, അല്ലെങ്കിൽ സ്വത്ത് കണ്ടുകെട്ടിക്കൊണ്ടുപോയി. ഹല്ലേലൂയ. And still in this very deprived condition also they demonstrated that people can do much to make a liberal contribution even when they become poor. വളരെ ദാരിദ്ര്യത്തിൻ്റെ വളരെയധികം വളരെ താഴ്ന്ന അധപ്പതിച്ച ഒരു അവസ്ഥയിലായിരുന്നിട്ട് പോലും, അങ്ങനെയുള്ള ആളുകൾക്ക് പോലും കർത്താവിന് വേണ്ടി ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് അവർ തങ്ങളെ പ്രവൃത്തിയാൽ കാണിച്ചു കൊടുത്തവരാണ്. ഇത്ര ഉത്തമമായ ഈ ഉദാത്തമായ മാതൃക കാണിക്കാൻ അവരെ പ്രേരിപ്പിച്ച സംഗതി എന്താണ്? ആമേൻ. ഇറ്റ് ഈസ് ദെയർ ജോയ് ഇൻ ദ സ്പിരിച്വൽ ലൈഫ്. അവരുടെ ക്രിസ്തീയ ജീവിതത്തിലെ, വിശ്വാസ ജീവിതത്തിലെ, ആത്മീക ജീവിതത്തിലെ സന്തോഷമാണ് ഇതിനവരെ പ്രേരിപ്പിച്ചത്. ക്രിസ്തീയ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന സന്തോഷം, അത് നമ്മളെ എന്തിനു വേണ്ടിയും പ്രേരിപ്പിക്കുന്നതാണ്. ആമേൻ. കഷ്ടതയിൽ അവരനുഭവിച്ചതും ഈ സന്തോഷം തന്നെയാണ്. പൗലോസ് പറയുന്നില്ലേ, പലപ്പോഴും കഷ്ടതയിൽ നാം സന്തോഷിക്കണം. കഷ്ടത സഹിഷ്ണുതയെ, സഹിഷ്ണുത സിദ്ധതയെ, സിദ്ധത പ്രത്യാശ ഉളവാക്കുന്ന അറിഞ്ഞ കഷ്ടങ്ങളിലും സന്തോഷിക്കുന്നു. കഷ്ടങ്ങളിൽ സന്തോഷിപ്പാനായിട്ട്, ശോധന നടുവിൽ അതേ എൻജോയ് ചെയ്യാനായിട്ട് ഇടയായിത്തീരുന്നൊരു അനുഭവം. ഇതെങ്ങനെയാണ് സാധ്യമാകുക? തങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഉള്ളിലെ സന്തോഷം, the inner joy that they have, അകത്തെ മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷം. പൗലോസ് പറയുന്നുണ്ടല്ലോ 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൽ, ഞങ്ങൾ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുമ്പോഴും ഞങ്ങളെ അകമേ ഉള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. നൊടി നേരത്തേക്കുള്ള ഞങ്ങളെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി
തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. അതുകൊണ്ട് ഞങ്ങൾ കാണാത്തതിനായി നോക്കി പാർത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇതെങ്ങനെയാ സാധിക്കുന്നേ? ഉള്ളിൻ്റെ ഉള്ളിലെ സന്തോഷം. രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ പൈതലായി ജീവിക്കുമ്പോൾ ലഭിക്കുന്ന ആ സന്തോഷം അവരെ ത്യാഗോജ്വലമായ രീതിയിൽ വളരെയധികം ത്യാഗപരമായ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രിയരെ നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ. സുവിശേഷത്തിൽ വിശ്വസിച്ച് മുമ്പോട്ട് കടന്നു വന്നപ്പോഴുള്ള ആ സന്തോഷത്തിൻ്റെ ഫലമായി അവർ വിചാരിക്കുകയാ, ഞങ്ങൾ എങ്ങനെ കർത്താവിനെ സന്തോഷിപ്പിക്കാൻ കഴിയും, കർത്താവിന് എന്തെല്ലാം കൊടുക്കാൻ കഴിയും, ഏത് രീതിയിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് കൈയച്ച സംഭാവനയോ അല്ലെങ്കിൽ അധ്വാനമോ എന്ത് വേണേലും ചെയ്യാൻ ഞങ്ങൾ ഒരുക്കമോ, ഞങ്ങൾ അതിനു വേണ്ടി മുമ്പോട്ട് തയ്യാറാ. ആമേൻ. സാക്രിഫൈസ് ചെയ്യാനും സ്പെയർ ചെയ്യാനും എല്ലാം അവരെ ഒരുക്കമാണ്. ആമേൻ. പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിലെ സന്തോഷമുണ്ടോ? എൻ്റെ കർത്താവിനെ രക്ഷിച്ചു എന്നുള്ള സന്തോഷം നമ്മുടെ ഉള്ളിലുണ്ടോ? ആമേൻ. ഈ സന്തോഷം നമ്മളെ അനവധി കാര്യങ്ങൾ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന സന്തോഷമാണ്. നന്മയുടെ ഒരു വലിയ പ്രവൃത്തിക്കായിട്ട് അവരെ ഈ ദാരിദ്ര്യവും ഈ കഷ്ടതയും ഒരുക്കിയെങ്കിൽ അതിന് കാരണമായി അതിനവരെ പ്രലോഭിപ്പിച്ചത് അല്ലെങ്കിൽ അതിനവരെ ഒരുക്കിയതായിരിക്കുന്ന അതിന് നിദാനമായിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് അവിടെ ഉള്ളിൽ അവിടെ അനുഭവിക്കുന്ന രക്ഷയുടെ സന്തോഷമാണ്. ഹല്ലേലൂയ. ആ രക്ഷയുടെ സന്തോഷം ഏതറ്റം വരെയും പോകുവാൻ അവർക്ക് ബലവും ആരോഗ്യവും നൽകി. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 9 അധ്യായത്തിൻ്റെ 6 വാക്യം ഇങ്ങനെ വായിക്കുന്നല്ലോ. 2 Corinthians 9:6. എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവർ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തുകൊള്ളുവിൻ. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. കണ്ടോ, ഈ സന്തോഷം എവിടെ നിന്ന് വരുന്നയാ? ഇത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന സന്തോഷമാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന സന്തോഷം. എന്നെ കർത്താവ് രക്ഷിച്ചു, വിടുവിച്ചു, എന്നെ നിത്യമരണത്തിൽ നിന്നും നിത്യദണ്ഡനത്തിൽ നിന്നും ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും കൊഴിഞ്ഞ ചേറ്റിൽ നിന്നും ആഴമേറിയ കുഴിയിൽ നിന്നുമൊക്കെ എന്നെ വിടുവിച്ചു കൊണ്ടുവന്നുവെങ്കിൽ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സന്തോഷം, അതിന് കർത്താവാണ് ഉത്തരവാദി, കർത്താവ് തന്നത്. അതുകൊണ്ട് ഞാൻ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ ഒരുക്കമാണ്. ചുമ്മാതാണോ പൗലോസ് തൻ്റെ ധനമെല്ലാം വിട്ടുകളഞ്ഞത്, തൻ്റെ പദവികളെല്ലാം വിട്ടുകളഞ്ഞത്? ഈ സന്തോഷം തൻ്റെ ജീവിതത്തിൽ, തൻ്റെ ഹൃദയത്തിൽ ആഴമായി തന്നെ അനുഭവപ്പെടാൻ തുടങ്ങിയപ്പോൾ താൻ പറയുന്നത് ഫിലിപ്പിയ ലേഖനം 3 അധ്യായത്തിൽ, കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ എല്ലാം ഉപേക്ഷിച്ച് ചപ്പും ചവറുമെന്ന് എണ്ണുന്നു. ഹല്ലേലൂയ. തൻ്റെ ജീവിതത്തിലെ നേട്ടങ്ങളെ, തൻ്റെ ജീവിതത്തിലെ സമ്പാദ്യങ്ങളെ, തൻ്റെ ജീവിതത്തിലെ ഉന്നതമായ പദവികളെല്ലാം കർത്താവിൻ്റെ പരിജ്ഞാനത്തിന് മുമ്പ് അത് ഒന്നുമില്ല എന്ന് മനസ്സിലാക്കി അതിനെ വലിച്ചെറിയുവാൻ, എന്നേക്കുമായി അതിനെ ചവറ്റുകൊട്ടയിൽ എറിഞ്ഞു കളയുവാൻ പൗലോസിനെ പ്രേരിപ്പിച്ചത് ഈ സന്തോഷമാ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. 8 വാക്യം, നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവശക്തനാകുന്നു. കണ്ടോ, കൃപ നഷ്ടപ്പെടാതിരിപ്പാൻ അവരിങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ, കൃപ വ്യർത്ഥമാകാതിരിപ്പാനായിട്ട് ഇവരിത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ദൈവം അവരോട് പറയുന്നു, നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ എൻ്റെ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 11 വാക്യം ഇങ്ങനെ, ദൈവത്തിന് ഞങ്ങൾ സ്തോത്രം വരുവാൻ കാരണമായിരിക്കുന്ന ഔദാര്യമൊക്കെയും കാണിക്കേണ്ടതിന് നിങ്ങൾ സകലത്തിലും സമ്പന്നന്മാർ ആകും. ഈ നടത്തുന്ന ധർമ്മശേഖരം വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ട് തീർക്കുന്നതല്ലാതെ ദൈവത്തിന് അനവധി സ്തോത്രം വരുവാൻ കാരണവുമാകുന്നു. ഈ സഹായത്താൽ തെളിയുന്ന സിദ്ധത ഹേതുവായി
ക്രിസ്തുവിൻ്റെ സുവിശേഷം നിങ്ങൾ സ്വീകരിച്ച അനുസരണ നിമിത്തവും അവരോടും എല്ലാവരോടും നിങ്ങൾ കാണിക്കുന്ന കൂട്ടായ്മയുടെ ഔദാര്യ നിമിത്തവും അവർ ദൈവത്തെ മഹത്വപ്പെടുത്തും. എക്സ്പ്ലെയിൻ ചെയ്യേണ്ട വാക്കുകൾ പക്ഷേ സമയം എൻ്റെ മുമ്പിൽ അധികം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നോക്കണമേ, ഇതിൽ കൂടെ ദൈവത്തിന് ധാരാളം സ്തോത്രം ലഭിപ്പാൻ, ദൈവത്തിന് ധാരാളം മഹത്വം ലഭിപ്പാൻ അത് കാരണമായി തീർന്നു. നമ്മൾ പലപ്പോഴും സാധാരണഗതി പറയുന്ന വാക്കുകളല്ലേ, ചിലപ്പോൾ ഭംഗിവാക്കായിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ആത്മാർത്ഥമായിട്ടോ പറയുന്ന കാര്യമല്ലേ. ദൈവനാമ മഹത്വത്തിനായി തീരട്ടെ. പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ് ഈ ശുശ്രൂഷ, ഈ പ്രവൃത്തി, ഈ ഒരു പ്രത്യേക ഒരു ഞങ്ങളുടെ ഒരു പെരുമാറ്റം, ഞങ്ങളുടെ ഇടപാടുകൾ, ഞങ്ങളെ കൊടുക്കൽ വാങ്ങലുകൾ, ഞങ്ങളീ ജീവിതം, കുടുംബം, വ്യക്തിജീവിതം, ഇതെല്ലാം ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി തീരട്ടെ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം. The book of Colossians chapter 3 verse 17. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞും കൊണ്ടിരിപ്പീൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ ജീവിതത്തിലെ സകല അനുഭവങ്ങളും whatever it is, maybe it is your ministry, നിങ്ങൾ ശുശ്രൂഷകനായിരിക്കാം, നിങ്ങളൊരു കുടുംബനാഥനായിരിക്കാം, കുടുംബനാഥയായിരിക്കാം, നിങ്ങൾ ജോലി ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്ന വ്യക്തിയായിരിക്കാം, നിങ്ങൾ സമൂഹത്തിൽ മാന്യനും അതേ വളരെയധികം ഉന്നതമായ പദവി അലങ്കരിക്കുന്ന വ്യക്തിയായിരിക്കാം. whatever it is, എന്തുമായിക്കൊള്ളട്ടെ, പക്ഷെ നിങ്ങളൊരു ദൈവ പൈതലാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന സകലതും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യുവാനും അത് മുഖാന്തരം പിതാവായ ദൈവത്തിന് എപ്പോഴും സ്തോത്രം കരയേറ്റുന്നവരും എന്ന് വെച്ചാൽ എപ്പോഴും മഹത്വം ദൈവത്തിന് കൊടുക്കുന്നവരുമായി തീരുവാനിടയായിത്തീരണം. ഹല്ലേലൂയ. പിന്നെയും കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. സമയം ഇവിടെ അവസാനിക്കുന്നത് കൊണ്ട് ഞാനിവിടെ ഇത് ചുരുക്കുവാൻ താല്പര്യപ്പെടുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, മക്കതോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ നിങ്ങളോട് ഞങ്ങൾ അറിയിക്കുന്നു എന്ന് പൗലോസ് പറയുക. അപ്പം അവർക്ക് ലഭിച്ച ദൈവകൃപ വ്യർത്ഥമായി പോകുവാൻ അവരനുവദിച്ചില്ല. എങ്ങനെ? മഹാകഷ്ടതയിലും ദാരിദ്ര്യത്തിലുമായിരുന്നിട്ടും അവർ ധാരാളം ഔദാര്യം കാണിച്ചു. ആ വാക്കിങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ആമേൻ. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവിടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. എൻ്റെ 1-ാം വാക്യം 2 കൊരിന്ത്യർ 8:1 നമ്മളിങ്ങനെയാണ് വായിച്ചത്. സഹോദരന്മാരെ, മക്കതോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുകയാണ്. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മളും ഈ ദൈവകൃപയുടെ ഓഹരിക്കാരല്ലേ? We are also the recipients of the grace of God. What are we going to do with the grace that we received? How much profitable have we become in the presence of the Lord? ദൈവമുമ്പാകെ എത്രമാത്രം കർത്താവിന് പ്രയോജനമുള്ളവരായി, ലാഭമുള്ളവരായി നമ്മൾ തീർന്നു. 2 താലന്ത് ലഭിച്ച മനുഷ്യനോടും 5 താലന്ത് ലഭിച്ച മനുഷ്യനോടും കർത്താവ് പറഞ്ഞു, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അധികത്തിന് വിചാരകനായിരിക്കാം, നിന്റെ യജമാന്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കാം. ആമേൻ. നമ്മോട് കർത്താവ് എന്താ പറയാൻ പോകുന്നത്? കർത്താവിന് പ്രയോജനകരമായ ശുശ്രൂഷ ചെയ്യുവാൻ, കർത്താവിന് പ്രയോജനകരമായ ഒരു ജീവിത രീതി, ഒരു ജീവിത ശൈലിയിൽ നമുക്കുണ്ടാകുവാൻ, ആ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ നമുക്ക് ഇടയാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഏവരും ബലപ്പെടുത്തുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.